ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഈദൊക്കെ വരാനായി ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. മാംഗോ വെച്ചിട്ടാണ്. മാംഗോ ബ്രെഡ് പുഡിംഗ് ആണ്. ഈ പുഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ചൈന ഗ്രാസോ ജലാറ്റിനോ കോൺഫ്ലോറോ ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എളുപ്പമായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ പെരുന്നാളിന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മുടെ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ മാങ്ങ കേട്ടോ എടുത്ത്. നല്ല പഴുത്ത മാങ്ങ ആണ്. ഓക്കെ, നല്ല പഴുത്ത മാങ്ങ എടുക്കാൻ ശ്രമിക്കണേ. ഇനി ഞാനിത് മുറിച്ചിടാൻ പോവുകയാണ്. ചെത്തിയിട്ട് 2 പകുതി എടുത്തിട്ട്, പകുതി കുറച്ച് വലുതായിട്ട്, പകുതി നമുക്ക് മിക്സിയിൽ അടിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേത് ചെറുതായിട്ട് നമ്മൾ ഉപ്പേരിയൊക്കെ അരിഞ്ഞിടൂല അതുപോലെ മുറിച്ചിട്ടെടുക്കാം. മുറിച്ചിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ 3 മാങ്ങ എടുത്തിട്ട് പകുതിയില്ലേ, നമ്മൾ 500 ഗ്രാം അതെടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡൂടെ ചേർത്ത് കൊടുക്കുകയാണേ. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെക്കട്ടെ. ഇതാ നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാണ് 1 ടേബിൾ സ്പൂൺ. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇതാ ബാക്കിയുള്ള 1/2 kg ഇല്ലേ, അത് ഞാൻ ഇതുപോലെ മുറിച്ചിട്ട് വെച്ചാണ്. നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാർ എടുക്കട്ടെ. എന്താ നമ്മൾ ജ്യൂസൊക്കെ അടിക്കുന്ന മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ മാങ്ങല്ലേ ഇതിട്ട് കൊടുക്കുകയാണ്. ഞാനെന്താ ഇതിലേക്ക് 1 കപ്പ് പാല ഇതിപ്പുള്ള ഞാൻ 500 പാല് 2 കപ്പ് പാല് കാച്ചി കുറുക്കിയെടുത്തതാണ്. എന്നിട്ട് 1 കപ്പാക്കി മാറ്റി. 2 കപ്പ് 1 കപ്പ് ആകുന്നവരെ കുറുക്കിയെടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് തണുത്തതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് നമ്മൾ നോർമൽ പാലാണ്. ഞാൻ ഇപ്പോൾ ഒഴിക്കുന്നില്ല, ഇത് ബ്ലെൻഡ് ചെയ്തിട്ടേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. ഇതുകൂടി വേണം. പിന്നെ 1/2 കപ്പ് മിൽക്ക് മെയ്ഡും, ഇല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പൊടിച്ച 1/2 കപ്പ് പഞ്ചസാര ഇട്ടാലും മതി കേട്ടോ. പഞ്ചസാര 1/2 കപ്പ് ഇട്ടിട്ട് അടിച്ചാലും മതി. മിൽക്ക് മെയ്ഡ് ഇട്ടാൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് നിങ്ങൾ മധുരത്തിനനുസരിച്ച്. ഓക്കെ, ഇതെല്ലാം കൂടി ഒന്ന് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ. കണ്ടോ, നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്താണ്. മാങ്ങ ഉണ്ട്, 2 ടൈപ്പ് പാലും ഉണ്ട്, പിന്നെ മിൽക്ക് മെയ്ഡും. ഓക്കെ, ഇനി ഞാനിതാ ഇവിടെ 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഈ ബ്രെഡില്ലേ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ പുഡിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ മിൽക്ക് ബ്രെഡ് ആട്ടോ എടുത്ത്. അത് കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇല്ല മറ്റേ വൈറ്റ് ബ്രെഡും യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഞാൻ എന്താ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഡിപ്പ് ചെയ്യുക. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ഓട്ടുള്ള നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്യുന്ന പാത്രമല്ല, അതുണ്ടെങ്കിൽ നല്ല ഈസി ആട്ടോ ചെയ്യാൻ. കയ്യിലൊന്നും വെച്ചും ആവില്ല. ഞാൻ എന്താ ഇവിടെ ഒരു പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പുഡിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ബ്രെഡ് വെച്ച് കൊടുക്കണ്ടേ ഒരു സൈഡിലേക്ക്. ഓക്കെ, എല്ലാ ബ്രെഡും അടിയിലൊരു ലെയർ നിരത്തി കൊടുക്കേ. ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മാംഗോ പീസസ് ഇല്ലേ, അത് നിരത്തി കൊടുക്കുക. നാല് പീസ് ബ്രെഡാണ് വെച്ചത്. എല്ലാ ഭാഗവും കഷ്ണം വെട്ടിയിട്ട് എല്ലാ ഭാഗവും കറക്റ്റാക്കി വെച്ചാൽ മതി. ഇനി ബാക്കി 4 ബ്രെഡ് കൂടി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കട്ടെ. ഇതാ പിന്നെ ഇതുപോലെ ഇപ്പോൾ 2 ലെയർ നമ്മൾ ബ്രെഡ് ഇട്ട് കവർ ചെയ്ത്, പിന്നെ സൈഡിലൊക്കെ നമുക്ക് ചെറിയ പീസ് ബ്രെഡ് വെച്ച് ഡിപ്പ് ചെയ്തിട്ട് ആ ഗ്യാപ്പിൻ്റെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മേലേക്ക് നമ്മളെ മാങ്ങ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അത് കംപ്ലീറ്റ് ഇതിൻ്റെ മേലെ ഇട്ടെടുക്കുക കേട്ടോ. ഇതാ ഇനി നമുക്ക് ഇതിവിടെ മാറ്റിയേക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഒരു ക്രീം ചെയ്യാണ്ട്, അപ്പോൾ നമുക്ക് ക്രീം ചെയ്തെടുക്കാം. ഇനി ഇതാ ഞാൻ ഒരു കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം ഉപയോഗിക്കുക, വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുക, ഹെവി ക്രീം, അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. ഓക്കെ, ഇതിനി നന്നായി ഞാൻ ബീറ്റ് ചെയ്യാൻ പോവുകയാണേ.
നമ്മുടെ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ്. നമ്മൾ കേക്കിനൊന്നുള്ളപ്പോൾ അതുപോലൊന്നും ആവണമെന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക നന്നായിട്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാംഗോ ജ്യൂസ് ഇല്ലയോ, അത് ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇത് ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡും. മധുരത്തിനനുസരിച്ച് 1 or 2 നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ഞാൻ ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ. ബീറ്റ് ചെയ്ത് ഇനി നമ്മളെ ഇതില്ലേ ഈ മിക്സ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് മാങ്ങൻ്റെ പീസിൻ്റെ അതിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഈ പ്യൂരി ഇല്ലേ മാംഗോൻ്റെ, അത് ഇത്തിരി അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് എല്ലാവരും കണ്ടല്ലോ, നല്ല ഈസിയാണ്. നമ്മളെ ചൈന ഗ്രാസ് വേണ്ട, ജലാറ്റിന് വേണ്ട, കോൺഫ്ലോർ ഒന്നും വേണ്ട, നല്ല ഈസി ആയിട്ട് നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. എല്ലാവരും ഈ പെരുന്നാളിന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിനി ഒരു 7-8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഓക്കെ, താഴെ കേട്ടോ. ഇത് നന്നായി ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് ഏറ്റവും കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആവാൻ വെക്കാം. ഓക്കെ, ഇതാ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. മേലെ നല്ല ക്രീമി ആയിരിക്കും. ഇതാണ് നമ്മുടെ പുഡിങ്. നല്ല ടേസ്റ്റാണ്. ഉള്ളിലെ ബ്രെഡൊക്കെ ഇതിൽ മാങ്ങയായിട്ട്, അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പം ഈ മാങ്ങേൻ്റെ ജ്യൂസൊക്കെ ബ്രെഡിലേക്കൊക്കെ പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഇതിന് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം. ട്രൈ ചെയ്തിട്ട് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.